ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് വെറുമൊരു സ്വപ്നമല്ല, ലക്ഷ്യമാണെന്നും അത് കൈവരിക്കാൻ ഭൗതികവും അക്കാദമികവുമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റിയെഴുതാൻ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി, ലൈബ്രറികൾ മെച്ചപ്പെടുത്തി, ലാബോറട്ടറികൾ നവീകരിച്ചും സ്കൂൾ കെട്ടിടങ്ങൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കി. ഇത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതികവിദ്യയും പുതിയ അറിവും നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മാറുന്ന ലോകത്തിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുകയാണെന്നും ചാലക്കുടി മണ്ഡലത്തിൽ 50 കോടിയുടെ പ്രോജക്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ രണ്ടുകൈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 നിലകളിലായി 568 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടമാണ് പണിതിരിക്കുന്നത്. താഴത്തെ നിലയിൽ 3 ക്ലാസ് റൂം, സ്റ്റാഫ് ആൻഡ് ഹെഡ് മിസ്ട്രസ് റൂം, 2 ടോയ്ലറ്റ്, സ്റ്റേജ്, ഗ്രീൻ റൂം എന്നിവയും, 2ാം നിലയിൽ 4 ക്ലാസ് റൂം, ലാബ്, ലൈബ്രറി റൂം, സ്റ്റെയർ റൂം, വരാന്ത, റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. രണ്ടുകൈ ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ്, ക്ഷേമകാര്യ ശ്രേണി കമ്മിറ്റി ചെയർമാൻ KK സരസ്വതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ജോർജ്, തൃശൂർ ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ PM ബാലകൃഷ്ണൻ, പ്രധാനാധ്യാപിക NT നമിത, പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 330 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാലക്കുടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 1132.82 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ സ്റ്റാഫ് റൂം, 2 ക്ലാസ് റൂം, IT ലാബ്, സിക്ക് റൂം, ബോയ്സ് ടോയ്ലറ്റുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, റാമ്പ്, ലിഫ്റ്റ്, വെൽ എന്നിവയും 1ാം നിലയിൽ പ്രിൻസിപ്പാൾ റൂം, 2 ക്ലാസ് റൂം, 2 വൊക്കേഷൻ ലാബ്, കൗൺസിലിംഗ് റൂം, ഗേൾസ് ടോയ്ലറ്റുകൾ, സ്റ്റെയർ കേസ് റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ PWD സൂപ്രണ്ട് എഞ്ചിനീയർ അനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ VHSC അസിസ്റ്റന്റ് ഡയറക്ടർ P നവീന, നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി പോൾ, പ്രിൻസിപ്പാൾ EM ബിന്ദു എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200 ലക്ഷം രൂപ ചെലവഴിച്ചാണ് VR പുരം ഗവൺമെൻറ് ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 823.76 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ്. താഴത്തെ നിലയിൽ 2 ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, ഗേൾസ് ടോയ്ലറ്റുകൾ എന്നിവയും, 2ാം നിലയിൽ 4 ക്ലാസ് റൂം, ബോയ്സ് ടോയ്ലറ്റുകൾ, സ്റ്റെയർ, വരാന്ത, റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി പോൾ, പ്രധാനാധ്യാപിക SPG എന്നിവർ പങ്കെടുത്തു. വിദ്യാലയത്തിൽ 100 വർഷം പൂർത്തിയാക്കിയ തലമുറയിലെ സ്വപ്നങ്ങൾക്ക് ചെലവ് നൽകുന്ന ഒരു പഠന കേന്ദ്രമാണ്. ശ്രീ സനീഷ് കുമാർ ജോസഫ് MLA പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ ബജറ്റ് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് 3 നിലകളുള്ള ഈ കെട്ടിടം.